Hi all, this is Needu, OET trainer from ABN Global Academy. OET റൈറ്റിങ്ങുമായി റിലേറ്റ് ചെയ്ത് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം OET റൈറ്റിങ്ങിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് എഴുതുന്നുണ്ട് അല്ലേ. സോ ഹീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് എഴുതാറുണ്ട്, ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് എഴുതാറുണ്ട്. എപ്പോഴാണ് നമ്മൾ ഹീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് എഴുതുന്നത്, അതുപോലെ ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് എഴുതുന്നത്? പേഷ്യൻറ്റിൻ്റെ ഡിസീസ് കണ്ടീഷൻ ഷോർട്ട് ടേം ഇൽനെസ് ആണെങ്കിൽ, അതായത് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ ഉള്ളൂ, ആ ഒരു ഡിസീസ് വന്ന് കുറച്ച് ടൈം പീരീഡ് കഴിയുമ്പം അത് ക്യൂറായി, അങ്ങനെയുള്ള ഷോർട്ട് ടേം ഡിസീസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് എഴുതുന്നത്. ഓക്കെ, ഇനി ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ലോങ് ടേം ഡിസീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത്. ഫോർ എക്സാമ്പിൾ ക്യാൻസർ, അതൊരു ലോങ് ടേം ഡിസീസാണ് അല്ലേ. സോ ഈ ലോങ് ടേം ഡിസീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ ഹീ വാസ് വെച്ചിട്ട് നമ്മൾ തുടങ്ങുവാണെങ്കിൽ ന്യൂമോണിയ, അതൊരു ഷോർട്ട് ടേം ഡിസീസാണ് അല്ലേ. സോ അപ്പം നമുക്ക് ന്യൂമോണിയ കാണിക്കാൻ ഹീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് എഴുതാം. ഇനി ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, സോ നമുക്കത് ലോങ് ടേം ഡിസീസാണ്. സോ നമുക്ക് എഴുതാം ഇങ്ങനെ ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ ഓഫ് പാൻക്രിയാസ്. ഓക്കെ, സോ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഹീ വാസ് ഡയഗ്നോസ്ഡ് വിത്തും ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്തും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഹീ വാസ് കമൻസ്ഡ് ഓൺ, ഹീ ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹീ വാസ് കമൻസ്ഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളൊരു മെഡിസിൻ കൊടുത്തു, അത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തീർന്നു. ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഹീ വാസ് കമൻസ്ഡ് ഓൺ പറയാം മെഡിസിൻ്റെ കാര്യം. ഇനിയും ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ആ മെഡിസിൻ എടുത്തു, ഇനി ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് ഒരു ഹോം കെയർ ഏജൻസിയിലേക്ക് പോയി കഴിഞ്ഞിട്ടും നമുക്ക് ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഹീ ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ എന്ന് പറയാം. ഓക്കെ, സോ ഡയഗ്നോസിസിൻ്റെ കേസിലും മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ്റെ കേസിലും ഈ വാസും ഹാസ് ബീനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ട് സ്റ്റുഡൻസ്, കാരണം കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാതെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് മെഡിസിൻസിൻ്റെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കമൻസ്ഡ് ഓൺ വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് വിത്ത്, അല്ലെങ്കിൽ മാനേജ്ഡ് വിത്ത്, അല്ലെങ്കിൽ ട്രീറ്റഡ് വിത്ത്. ഈ വേർഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറയാൻ. അതുപോലെ ഇഞ്ചക്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അഡ്മിനിസ്റ്റേർഡ് വിത്ത്. ഇഞ്ചക്ഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അഡ്മിനിസ്റ്റേർഡ് വിത്ത് എന്ന് പറയാം. ഇനി തെറാപ്പീസ്, ഫോർ എക്സാമ്പിൾ ഹൈഡ്രോ തെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, തെറാപ്പീസിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് റെക്കമെൻഡഡ് വിത്ത് എന്ന് പറയാം. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ്സാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ റൈറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതുന്നുണ്ട് എന്തൊക്കെ? അബൌട്ട് ദ പേഷ്യൻറ്റ്, ദെൻ ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യൻറ്റ്, പർപ്പസ് ഓഫ് ദ ലെറ്റർ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എഴുതുന്നത് അല്ലേ. സോ അതിലൂടെ നമ്മളൊരു കാര്യം എഴുതാറുണ്ട്, എന്താ? പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജിനെ പറ്റി. അപ്പം അതും ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. ആ കാര്യങ്ങളോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഈ കേസ് നോട്ടിൽ ഡിസ്ചാർജ് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്ചാർജ്ഡ് അല്ല, ഡിസ്ചാർജ് ഡേറ്റ്. ഡിസ്ചാർജ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നിരിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദ പേഷ്യൻ്റ് ഈസ് ഡ്യൂ ഫോർ ഡിസ്ചാർജ് ടുഡേ. ഓക്കെ, ദ പേഷ്യൻ്റ് ഈസ് ഡ്യൂ ഫോർ ഡിസ്ചാർജ് ടുഡേ. അവിടെ നമുക്ക് ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ടുഡേസ് ഡേറ്റ് തരുവാണെങ്കിൽ. ഇനിയും ചില കേസ് നോട്ടിൽ ഡിസ്ചാർജ്ഡ് ED ഉണ്ടായിരിക്കും. ഡിസ്ചാർജ്ഡ് ഡേറ്റ് തന്നിട്ട് നമുക്ക് ടുഡേസ് ഡേറ്റ് എഴുതുവാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ എഴുതാൻ പറ്റും. ഒന്ന്, ഷീ ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഹി ഹാസ് ബീൻ ഡിസ്ചാർജ് ടുഡേ. ഇങ്ങനെ 2 രീതിയിലും നമുക്ക് എഴുതാം. അവിടെ നമുക്ക് കേസ് നോട്ടിൽ ഡിസ്ചാർജ്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡേറ്റ് തരിക. ഇനിയും അതുപോലെ തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് നാളെയാണെന്ന് പറയുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹി വിൽ ബി ഡിസ്ചാർജ് ടുമോറോ. ഇനിയും ചില ലെറ്ററിൽ പറയും ഒരു 3 days കഴിഞ്ഞിട്ടാണ് പേഷ്യൻ്റ് ഡിസ്ചാർജ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ പറയാം? ഹി വിൽ ബി ഡിസ്ചാർജ് ഓൺ, ഏതാണോ ആ ഡേറ്റ് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്
നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിംഗ് സെൻറ്റൻസ് എഴുതാറുണ്ട് അല്ലേ? പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വയറീസ്. അപ്പം ഈ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ കഴിഞ്ഞിട്ട് കോമ വേണ്ട. പ്ലീസ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കോമ വേണ്ട. ഇനി ചിലർ എഴുതാറുണ്ട് ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇഫ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇഫ് യു ഹാവ് എനി ക്വയറീസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇടണം. ഓക്കെ, ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലീസ് വെച്ചിട്ടാണെങ്കിൽ കോമ വേണ്ട. ഈഫ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോമ ഇടണം. ഇനി അതുപോലെ നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ എഴുതാറുണ്ട് അല്ലേ? ഡിസ്ചാർജ് പ്ലാൻ നമ്മൾ പൊളൈറ്റ് ആയിട്ടാണ് എഴുതുന്നത്. എങ്ങനെ എഴുതാം? ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ്. അപ്പോൾ ഈ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് കഴിഞ്ഞ് ചില കുട്ടികൾ കോമ യൂസ് ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് കോമ വേണ്ട കേട്ടോ. ഡോട്ട്സ് ആൻഡ് കോമാസ് പങ്ക്ച്വേഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് OET റൈറ്റിങ്ങിൽ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സ്റ്റുഡൻസ് ഒരുപാട് മിസ്റ്റേക്ക് വരുത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് OET റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് OETയുടെ ക്ലാസ്സസ് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും റെഗുലറായിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് OETയുടെയും CBTയുടെയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ മുകളിൽ തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് വിഷസ്.